എൻ്റെ പേര് സുനില്. എൻ്റെ സ്ഥലം തൃശ്ശൂർ കേച്ചേരി അടുത്ത് ആളൂർ എന്ന സ്ഥലത്താണ്. ഇപ്പോൾ ഒരു 1.5 മാസമായിട്ട് എൻ്റെ ദിനചര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു 5 മണിക്ക് എണിച്ച് ജിമ്മിൽ വരും, ഒരു 1.5 മണിക്കൂറോളം ഇവിടെ വർക്കൗട്ട് ചെയ്ത് നേരെ പുഴയിൽ പോയി ഒരു കുളി പാസ്സാക്കി നേരെ അമ്പലത്തിൽ പോയി തൊഴുത് വീട്ടിൽ പോയി കാലത്തെ പ്രാർത്ഥന കഴിച്ചിട്ട് വണ്ടി എടുക്കും. ഞാൻ ഡ്രൈവറാണ്. ഓട്ടോ സ്റ്റാൻഡിൽ പോയി അന്നത്തെ ദിവസം തുടങ്ങും. പിന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ട്, പ്രാക്ടീസ് കൊടുക്കുന്ന പരിപാടി, അതും ചെയ്യുന്നുണ്ട്. ഇതിൽ ഇപ്പം ഈ കാണുന്ന ആളല്ലായിരുന്നു ഒരു 9 മാസങ്ങൾക്ക് മുന്നേ. ഒരു ആക്സിഡൻറ്റ് പറ്റി ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് വീണ് അരക്കീഴ്പോട്ടുള്ള ഭാഗം തളർന്നു പോയി. സ്ക്രൂ ടു തണ്ടിലേക്ക് സ്പൈനൽ കോഡ് ചതഞ്ഞു പോയി, തണ്ടിൽ പൊട്ടി. ശ്വാസനശേഷി ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും അറിയായിരുന്നില്ല. തളർന്നു ശാരീരികമായിട്ടും മാനസികമായിട്ടും. ഒരു വാടക വീട്ടിലാണ് ഞാൻ താമസം. കുടുംബം, കുട്ടികൾ, വിദ്യാഭ്യാസം എല്ലാം. ഞാനല്ലാത്തൊരവസ്ഥയിലേക്ക് തന്നെ എൻ്റെ മൈൻഡൊക്കെ മാറുന്ന സമയത്താണ് ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റിനെ പറ്റി കേൾക്കുന്നത്. ഇടമുട്ടത്ത് ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട്. കൂട്ടുകാരെ നിർബന്ധത്താൽ ഞാൻ തൃശ്ശൂരുള്ള അവരുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു. അവിടെ നിന്ന് തന്നെ കാണാൻ വന്നു. ആംബുലൻസിൽ കിടത്തിയിട്ട് എന്നെ കൊണ്ടുപോയത്. മൂത്രത്തിന് ട്യൂബ് ഉണ്ടായിരുന്നു. മലം പോകുന്ന അറിയുന്ന അവസ്ഥയിലായിരുന്നില്ല. പിന്നെ എന്താ പറയുക, കാലത്ത് 9 മണിക്ക് അവിടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയാൽ വൈകിട്ട് 5 മണി വരെ ട്രീറ്റ്മെൻറ്റ്. അതും സൗജന്യമായിട്ടായിരുന്നു. കൂടെയുള്ള ഒരാൾക്കും നിൽക്കുന്ന ആൾക്കും രോഗിക്കും അവിടെ സൗജന്യമായിരുന്നു. നിൽക്കാനും പിന്നെ അതുപോലെ ട്രീറ്റ്മെൻറ്റ്, ഭക്ഷണം എല്ലാം ഫ്രീ ആയിരുന്നു. ഒരു വിരൽ പോലും അനക്കാൻ പറ്റാത്ത ഞാൻ ഒരു 3 മാസം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നടന്നു പോകാം എന്നുള്ളൊരവസ്ഥയിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. എൻ്റെ അടുത്ത് ചോദിച്ചു, ഇപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ? എൻ്റെ അവസ്ഥ ചോദിച്ചു. എനിക്ക് എൻ്റെ കണ്ണെന്ന് അറിയാല്ലാതെ എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. അവിടെ നിന്ന് ഞാൻ എങ്ങനെയോ വന്ന് അവിടെ ഞാൻ കാർ ഓടിച്ച് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എന്നെ തിരിച്ചു വന്നു. ഇന്ന് എൻ്റെ കുടുംബം പട്ടിണിയില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. വാടക കറക്റ്റായി കൊടുക്കാൻ പറ്റുന്നുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസം എല്ലാ കാര്യങ്ങളും കറക്റ്റൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് കുറച്ചനോടും ആൽഫ ചാരിറ്റി ട്രസ്റ്റിനോടും എനിക്ക് തീരാത്ത ഒന്നും പറയാനില്ല. എല്ലാ കാലത്തും ഇനിയുള്ള സമയവും നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പോലെ നിന്റെ കൈകൾ പാറട്ടെ, നിന്റെ കഴിവിനാൽ എതിരാളി തളരട്ടെ. ഹരഹരം